സാക്ഷിയുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ചെയ്യൂലല്ലോ. അതുകൊണ്ട് അയാൾ പിടിക്കണമെന്നാ. സത്യത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങുന്നത് അമ്മയുടെ ഈ കണ്ണുനീരിൽ നിന്നാണ്. ദുഃഖം കൊണ്ട് ദുർബലമായ അവരുടെ വാക്കുകൾ കേട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രതി സാധാരണ കോടതിയിൽ മാത്രം മറുപടി പറഞ്ഞാൽ മതിയാകില്ല, മനസാക്ഷിയുടെ കോടതിയിൽ കൂടെ മറുപടി പറയേണ്ടി വരും. ഒരാൾ ജീവൻ എടുത്തിട്ടും അവർ ഒന്ന് നിർത്തിയിട്ട് അവർക്ക് ഒരു വലിയ കേസൊന്നും ഉണ്ടാവില്ലല്ലോ. വന്ന് ഹാജരായി കഴിഞ്ഞാൽ അത് അടുത്ത് തീർന്നില്ല. ഓർമ്മയില്ലേ ദൃശാനയെ? 2024 ഫെബ്രുവരി 17 വടകര ചോറോട് വെച്ചുണ്ടായ അപകടത്തെ കാറിടിച്ച് ദൃശാനയുടെ അമ്മൂമ്മ മരിച്ചത്. 9 വയസ്സുകാരി ദൃശാനയുടെയും മുത്തശ്ശി ബേബിയുടെയും ദേഹത്തേക്ക് പാഞ്ഞു കയറിയത്. മുത്തശ്ശി അപകടത്തിൽ മരിച്ചു. സ്മിതയുടെ കൺമുൻപിൽ വച്ചായിരുന്നു ഇരുവരെയും കാർ ഇടിച്ചു വീഴ്ത്തിയത്. അന്ന് മുതൽ ദൃശാന കോമാവസ്ഥയിൽ ചികിത്സയിൽ. മാസങ്ങൾ കഴിഞ്ഞു. പോലീസിനെതിരെ വിമർശനങ്ങൾ ശക്തിപ്പെട്ടു. അനാഥരായിപ്പോയി എന്ന തോന്നലിലായി ദൃശാനയുടെ കുടുംബം. ഈ CCTV ക്യാമറകൾ വരുന്ന മുമ്പേ ഇതുപോലെ റോഡ് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ട് അതൊന്നും പിടിച്ചില്ലേ പോലീസുകാർ? വെറും CCTVനെ മാത്രം ആശ്രയിച്ചിട്ടാണോ? പോലീസിന് ക്ലവറല്ലേ? വടകര സ്ക്വാഡ് രംഗത്തിറങ്ങി. 360 ഡിഗ്രി അന്വേഷണം. ആദ്യം ഇറങ്ങിയത് അപകടമുണ്ടായ സ്പോട്ടിൽ. അപകടമുണ്ടായിരുന്ന സ്ഥലത്തുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തിയിരുന്നു. ആദ്യം പരിശോധിച്ചത് വാഹനങ്ങളും CCTV ക്യാമറകളും. ഒരു വെള്ള കാറാണ് എന്നുള്ളതായിരുന്നു പോലീസിന് മുമ്പിലുണ്ടായിരുന്ന ഏക ക്ലൂ. ഏകദേശം 40 കിലോമീറ്ററോളം വരുന്ന ചുറ്റളവിലുള്ള ക്യാമറകളൊക്കെയും അന്നേ തന്നെ ഫെബ്രുവരി മാസത്തിൽ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. ഇത് മാരുതി സ്വിഫ്റ്റ് സെക്കൻഡ് ജനറേഷൻ ടൈപ്പ് 2 വാഹനമാണ് എന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞത്. 2011-2018 കാലയളവിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏകദേശം 19,000-ഓളം വരുന്ന അത്തരത്തിലുള്ള വാഹനങ്ങൾ, അതിൽ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നിരിക്കുന്ന വാഹനങ്ങളൊക്കെയും നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വന്നു. അതിനേക്കാൾ ഈ ഭാഗങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് KL 18 രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ, ആ വാഹനം ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലം ഏതെങ്കിലും രീതിയിലേക്ക് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വന്നു. വാഹനങ്ങളിൽ നിന്നും CCTV ക്യാമറകളിൽ നിന്നും ഒന്നും ലഭിച്ചില്ല. അതോടെ പരിശോധന മറ്റൊരു നിലയിലേക്ക് മാറി. ഇത്തവണ പോലീസ് പരിശോധിക്കാനൊരുങ്ങിയത് വർക്ക്ഷോപ്പുകളായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സ്പെയർ പാർട്സ് കടകൾ, മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകൾ തുടങ്ങിയ ഏകദേശം 500-ഓളം വരുന്ന വർക്ക്ഷോപ്പ് കടകളിൽ നമുക്ക് ഫിസിക്കലായി പോയി ഈ കാലയളവിൽ ഇത്തരത്തിലേതെങ്കിലും വാഹനങ്ങൾ ഏതെങ്കിലും രീതിയിലേക്ക് റിപ്പയറിംഗ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വന്നു. പല വഴിയിലേക്ക് അന്വേഷണങ്ങൾ പോയി. ദൃശാനയും കുടുംബവും സഞ്ചരിച്ച ബസ്, അപകടത്തിൽ പരിക്കേറ്റ് ആദ്യം എത്തിയ ആശുപത്രിയിൽ കിടക്കുന്നവരെക്കുറിച്ച് അന്വേഷിച്ച ആൾക്കാർ, അങ്ങനെ പല വഴികളിലേക്ക് അന്വേഷണം പിന്നെയും നീണ്ടു. ടവർ ഡംപ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം 50,000-ൽ പരമുള്ള ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ്, IPDR-മായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെയും പോലീസ് ഈ കാലയളവിൽ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മറ്റൊരു വഴി തെളിഞ്ഞത്. അന്വേഷണം ഇൻഷുറൻസ് കമ്പനികളിലേക്കായി. അവിടെ നിന്നും വാഹനങ്ങളുടെ ഇൻഷുറൻസ് നൽകിയ പട്ടിക വാങ്ങി. നീണ്ട പട്ടികയായിരുന്നു. അതിൽ പോലീസ് പരിശോധനകൾ സൂക്ഷ്മമാക്കി. അപ്പോൾ ഒരു വഴി തെളിഞ്ഞു. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊരു ക്ലെയിം, ഒരു മതിലിനെ ഇടിച്ച് അപകടം പറ്റി എന്ന രീതിയിലേക്ക് ഒരു ക്ലെയിം ഒരു മാരുതി സ്വിഫ്റ്റ് കാർ എടുത്തതായിട്ട് നമ്മൾ കണ്ടെത്തുകയും അതിനെ തുടർന്ന് അതിനെ പ്രത്യേകമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി. KL 18 R 1846. എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നതായി പിന്നീടുള്ള അന്വേഷണം. അങ്ങനെ ഷെജിലിൻ്റെ ഭാര്യയിൽ നിന്നും മൊഴിയെടുത്തു. അപ്പോൾ അവർ കാര്യം പറഞ്ഞു. ഷെജീൽ എന്ന് പറയുന്ന ആ വണ്ടിയുടെ തന്നെ RC ഓണറായിട്ടുള്ള ഷെജീൽ ആണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് എന്നും കാറിൽ കുട്ടികളും കൂടെ അടക്കം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അവർ പിൻസീറ്റിലിരുന്നു കൊണ്ട് മുൻപിലേക്ക് ഇരിക്കണമെന്ന് വാശി പിടിച്ച സമയത്ത് മുൻപിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു കോൺവെർസേഷനിലേക്ക് ശ്രദ്ധ പോയ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം സത്യത്തിൽ ഷെജിൽ അറിയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഒളിവിൽ തന്നെ കഴിഞ്ഞു. തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ദൃശാനയുടെ അമ്മ പറഞ്ഞത് മനസാക്ഷിയില്ലാത്തവൻ എന്ന്. ഒരുപാട് വാർത്തകളിൽ വന്നതാണ് കുട്ടി ഇത്രയും മാസമായിട്ട് കോമാവസ്ഥയിലൊക്കെ. വാഹനം ഓടിച്ച ഷെജിൽ അതറിഞ്ഞതാണ്.
തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടാകാം. കാരണം എല്ലാ മീഡിയയിലും വന്നിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയ നമ്മൾ തന്നെ ഒരു പബ്ലിസിറ്റി കൊടുത്തിരുന്നു. ഈ സ്റ്റേജിൽ ഒരു കുട്ടി കിടക്കുന്നുണ്ട്, അപകടത്തിൽപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് നമ്മൾ തന്നെ പോലീസ് തന്നെ ഒരു നോട്ട് തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയുണ്ടായിരുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ആളും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. 9 മാസം പിന്നിട്ടു. അങ്ങനെ ഒടുവിൽ ആശ്വാസത്തിന്റെ വാർത്ത വന്നെത്തി. അന്നേ ദിവസം വണ്ടി ഓടിച്ച ആള് ഇന്ന് ഇപ്പോൾ UAE-യിലാണുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ പ്രതിയെ നാട്ടിൽ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പോലീസിന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ആ കുട്ടിക്കൊരു പകുതിയെങ്കിലും നീതി മേടിച്ചു കൊടുക്കാൻ സാധിക്കുന്നുള്ള സന്തോഷമുണ്ട്. അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ കാറ് കിട്ടിയതല്ലേ. വീട്ടുകാർ മാത്രമല്ല, വിമർശകരും മാധ്യമങ്ങളും എല്ലാം പറയാൻ തുടങ്ങി. പൊളിയാണ് കേരള പോലീസ്.